ഹലോ ഓൾ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഇനി 8 മാസമുള്ളൂ നിങ്ങൾക്ക് നീറ്റ് എക്സാമിന് വേണ്ടിയിട്ട്. 2025 നീറ്റ് എക്സാമിന് വേണ്ടിയിട്ട് ഏകദേശം 8 മാസമാണുള്ളത്. സോ ഒരു വൺ ഓഫ് ദ മോസ്റ്റ് എക്സ്ക്ലൂസീവ് സ്റ്റഡി പ്ലാൻ ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പറയാൻ പോകുന്നത്. സോ ഈ ഒരു സ്റ്റഡി പ്ലാൻ വെച്ച് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു സ്കോർ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. നിങ്ങൾ ഇപ്പോൾ നടക്കുന്ന വീക്ക്ലി എക്സാമിലൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ല സ്കോർ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ഇത് ഞാൻ ഉപയോഗിച്ച സ്റ്റഡി പ്ലാൻ ആണ്. ഇത് ഞാൻ നീറ്റിന് പഠിച്ചപ്പോൾ ഞാൻ ട്രൈ ചെയ്ത സ്റ്റഡി പ്ലാൻ ആണ്. ഓക്കെ, സോ ഒരുപാട് ടിപ്സ് ആൻഡ് ട്രിക്കുകൾ പറഞ്ഞു തരുന്നുണ്ട്. അതുപോലെ തന്നെ മൾട്ടി ടാസ്കിങ് മെത്തേഡുകൾ പറഞ്ഞു തരുന്നുണ്ട്. ഈ ഒരു മെത്തേഡ് വഴിയൊക്കെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് മാർക്ക് ഷുവർലി ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ലാസ്റ്റ് 8 month സ്റ്റഡി പ്ലാൻ ഫോർ നീറ്റ് 2025. സോ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഒരുപാട് എഫേർട്ട് ഇടുന്നുണ്ട് നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. സോ ജസ്റ്റ് നിങ്ങൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ലൈക്കാണ്. സോ നിങ്ങൾ ഇപ്പോൾ നമുക്ക് 6000 സംതിങ് സബ്സ്ക്രൈബേഴ്സ് ആണ്, 6900 സംതിങ് ആണ് ഏകദേശം. നിങ്ങൾ ചിലപ്പോൾ കാണുമ്പോൾ കേക്ക് ആയിട്ടുണ്ടാവും. ഓക്കെ, സോ നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യുക, നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ലൈക്ക് മസ്റ്റ് ആണ്, നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒരുപാട് എഫേർട്ട് ഇടുന്നുണ്ട്. സോ എങ്ങനെയൊക്കെ ഒരു 10K ആക്കണം നമുക്ക്. സോ നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യുക, വീഡിയോ ഒന്ന് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളെ പറയാനുള്ളൂ. ഇനിഷ്യലി നമുക്ക് നേരെ വീഡിയോയിൽ തന്നെ പോകാം, സമയം കളയാതെ തന്നെ പോകാം. പിന്നെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഷോർട്ട് നോട്ട് മൈൻഡ് മാപ്പൊക്കെ കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, നമ്മളെ വാട്സപ്പ് ചാനലും ടെലഗ്രാം ചാനലും ഒക്കെ ജോയിൻ ചെയ്യുക. എല്ലാ ലിങ്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഹൗ ടു അവോയ്ഡ് പ്രൊക്രാസ്റ്റിനേഷൻ. ഈ പ്രൊക്രാസ്റ്റിനേഷൻ നിങ്ങൾക്ക് എന്താണെന്ന് നിങ്ങൾക്ക് അറിയില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകുന്നതാണ്, എനിക്കൊക്കെ ഉണ്ടായിരുന്നതാണ്. അതായത് റിപ്പീറ്റ് ചെയ്തപ്പോൾ ഉണ്ടായിരുന്നു, റിപ്പീറ്റ് ചെയ്തപ്പോൾ എല്ലാം കംപ്ലീറ്റ്ലി ഞാൻ എന്ത് ചെയ്തു, അവോയ്ഡ് ചെയ്തു. പ്രൊക്രാസ്റ്റിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ചെയ്യേണ്ട കാര്യം നാളെ ചെയ്യാം. ഇപ്പോൾ നാളെ ആയിക്കഴിഞ്ഞാൽ ഇനിയിപ്പോൾ മറ്റന്നാളെ തുടങ്ങാം, അല്ലെങ്കിൽ പിന്നെ അങ്ങനെ ആയിക്കഴിഞ്ഞ് വീക്കെൻഡിലൊക്കെ ആകുമ്പോൾ ഇനിയിപ്പോൾ ശനിയാഴ്ച വരെ, ഇനിയിപ്പോൾ തിങ്കളാഴ്ച നമുക്ക് തുടങ്ങാം, ഞായറാഴ്ചക്ക് ഫ്രീ ആയിട്ട് ചെയ്ത് അങ്ങനെ മാറ്റി കൊണ്ടുപോകുന്ന ഈ ഒരു ഫിനോമിന പറയുന്ന പേരാണ് പ്രൊക്രാസ്റ്റിനേഷൻ. അപ്പോൾ സോ എന്ത് ചെയ്യുക, ഹൗ ടു അവോയ്ഡ് പ്രൊക്രാസ്റ്റിനേഷൻ. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഈ പ്രൊക്രാസ്റ്റിനേഷൻ ഒക്കെ അവോയ്ഡ് ചെയ്താലുള്ളൂ എന്ത് ചെയ്യാൻ പറ്റുക, നീറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റും. ഒരിക്കലും പ്രൊക്രാസ്റ്റിനേഷൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നീറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റൂല. ഓക്കെ, റെഡി. സോ പ്രൊക്രാസ്റ്റിനേഷൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നിങ്ങൾക്ക് നല്ലൊരു മെത്തേഡ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇത് ഞാൻ ഉപയോഗിച്ച മെത്തേഡ് തന്നെയാണ്. ഓക്കെ, സോ ഇനീഷ്യലി ഈ പ്രൊക്രാസ്റ്റിനേഷൻ വരാനുള്ള എല്ലാ സോഴ്സസും അടച്ചു വെക്കുക എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഇനീഷ്യലി നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. സോ ഞാൻ ചെറിയ മെത്തേഡ് പറഞ്ഞുതരാം. നിങ്ങൾ കയ്യിൽ കസ്റ്റമൈസ്ഡ് ടാബ് ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മൊബൈൽ ഫോൺസ് ഒഴിവാക്കുക. ഓക്കെ, മൊബൈൽ ഫോൺസ് ഒഴിവാക്കുക. സോ മൊബൈൽ ഫോൺ ഒഴിവാക്കുന്നത് വഴി നിങ്ങൾ എന്ത് ചെയ്യും, സോഷ്യൽ മീഡിയാസ് ഒഴിവാക്കും. സോ ആ ഒരു സമയം നിങ്ങൾക്ക് വേസ്റ്റ് ആവില്ല. സോ ശരിക്കും നമ്മൾ പ്രൊക്രാസ്റ്റിനേഷൻ ചെയ്യാനുള്ള മെയിൻ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ പഠിക്കുമ്പോൾ ജസ്റ്റ് സോഷ്യൽ മീഡിയ ഒന്ന് കണ്ട് അങ്ങനെ സമയം നമ്മൾ പോകും. അപ്പം നമ്മൾ വിചാരിക്കും ഇനിയിപ്പോൾ നാളെ പഠിക്കാം. അങ്ങനെയാണ് നമ്മൾ ചില പ്രൊക്രാസ്റ്റിനേഷൻ്റെ കാരണങ്ങൾ അങ്ങനെയാണ്. സോ ആ ഒരു പ്രൊക്രാസ്റ്റിനേഷൻ ഇവിടെ സ്റ്റോപ്പായി കഴിഞ്ഞു. പിന്നുള്ളത് നമുക്ക് പ്രൊക്രാസ്റ്റിനേഷൻ മടുപ്പ് വരുമ്പോൾ പ്രൊക്രാസ്റ്റിനേഷൻ ചെയ്യും. ഈ ചില സ്റ്റുഡൻസിന് എസ്പെഷ്യലി എനിക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ചാപ്റ്റർ റീഡ് ചെയ്യുക, ഈ NCERT റീഡ് ചെയ്യുക എന്നുള്ളത് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ഇതിങ്ങനെ വായിക്കൽ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. സോ വായിക്കുന്നതിന് പകരം ഒരുപാട് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ മടുപ്പ് വരാൻ ചാൻസ് കുറവാണ്. ഇൻ കേസ് ഓഫ് എൻ്റെ ഒരു കേസാണ് ഞാൻ പറയുന്നത്. സോ ഞാൻ ചെയ്ത കാര്യങ്ങളാണ് പറയുന്നത്. ഓക്കെ, സോ ആ രീതിയിൽ അത് ഒഴിവാക്കാം. പിന്നെ ഡെയിലി ടോപ്പിക്സ് കവർ ചെയ്യുക. ഡെയിലി ടോപ്പിക്ക് കവർ ഇന്നെടുത്ത് ഇന്ന് തന്നെ പഠിക്കണം നിർബന്ധമാണ്. അങ്ങനെ ഒരു അങ്ങനത്തെ ഒരു ടാർഗറ്റ് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, അന്ന് ആ ടോപ്പിക്ക് നമ്മൾ പഠിക്കും. പിന്നെ ബാക്കി സമയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മൊബൈലിൽ കളിക്കാം. ഓക്കെ, സോ അങ്ങനെ ചെയ്യാം. സോ കവർ ഡെയിലി ടോപ്പിക്. പിന്നെ അൺവാണ്ടഡ് ഫ്രണ്ട്സ് ഉണ്ടാവും നിങ്ങൾക്കൊക്കെ, അതായത് മിസ്ലീഡിങ് ഫ്രണ്ട്സ്. നമുക്ക് എല്ലാവർക്കും ഇനി മറ്റന്നാളെ തുടങ്ങാം, അങ്ങനെയൊക്കെ ഒരു കൂട്ടത്തോടു കൂടി മറ്റന്നാളെ തുടങ്ങാം എന്നൊക്കെ പറയുന്നവർ. സോ അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഇനീഷ്യലി തന്നെ ഒഴിവാക്കുക. ഓക്കെ, ഇതാണ് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള സ്റ്റഡി പ്ലാൻ. എൻ്റെ സ്റ്റഡി പ്ലാനാണ് ഞാൻ ഉപയോഗിച്ച സ്റ്റഡി പ്ലാനാണ്. രാവിലെ നേരത്തെ എണീച്ച് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഉള്ള സ്റ്റഡി പ്ലാനാണ്. ഒരു 6 മണിക്കൊക്കെ നോർമലി എല്ലാവരും എണീക്കുന്നതാണ്. സോ ഒരു 6 മണിക്ക് എണീച്ച് 6:30ക്ക് സ്റ്റഡീസ് സ്റ്റാർട്ട് ചെയ്യുക. ഏകദേശം 14+ ഹവേഴ്സ് നിങ്ങൾക്ക് ഈ ഒരു സ്റ്റഡി പ്ലാൻ വഴി പഠിക്കാൻ പറ്റും. ഒരു ഏകദേശം 14 മണിക്കൂർ 45 മിനിറ്റ് ഒക്കെ തോന്നുന്നുണ്ട്. അതൊന്ന് കംപ്ലീറ്റ് ഫുള്ളായിട്ട് നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എങ്ങനെയായാലും ഒരു 13+ ഹവേഴ്സ് മതി. ഓക്കെ, സോ ഫസ്റ്റ് 6:30 മുതൽ 8:30 വരെ എന്ത് ചെയ്യണം, നിങ്ങൾ എന്താ ചെയ്യുക, യെസ്, ബയോളജി റിവിഷൻ ചെയ്യുക. ഓക്കെ, യു ഹാവ് ടു റിവൈസ് യുവർ ബയോളജി. അതായത് 2 മണിക്കൂർ കിട്ടുന്നുണ്ട്. 1 മണിക്കൂർ കംപ്ലീറ്റ്ലി ഫോർ റിവിഷൻ ആണ്. 1 മണിക്കൂർ ഇന്നലെ എടുത്ത ടോപ്പിക്ക് ഇന്ന് ബയോളജി പഠിക്കാൻ വേണ്ടിയിട്ട്. ഇന്നലെ ഒരു ടോപ്പിക്ക് എടുത്തിട്ടുണ്ടാവും, അത് ഇന്ന് പഠിക്കുക ബയോളജി. 1 മണിക്കൂറിനെല്ലാം തീരുമാനം എന്ത് ചെറിയ ടോപ്പിക്കായിരിക്കും എടുക്കുന്നത്. ഓക്കെ, പിന്നുള്ളത് 9 മണി മുതൽ 1 മണി വരെ, അതായത് 4 മണിക്കൂർ സെഷൻ. പിന്നെ ഒരു 8:30 മുതൽ 9 മണി വരെ ബ്രേക്ക്ഫാസ്റ്റ് ആണ്. ഓക്കെ, 9 മണി മുതൽ 1 മണി വരെ എന്ത് ചെയ്യുക, യെസ്, യു ഹാവ് ടു വാച്ച് ക്ലാസ്സസ്. നിങ്ങൾക്ക് ക്ലാസ് ഉണ്ടാവും, അത് ആ ക്ലാസ് നിങ്ങൾ എന്ത് ചെയ്യുക, വാച്ച് ചെയ്യുക. ഓക്കെ, അത് അങ്ങനെ ചെയ്യാം. 2 ക്ലാസ് അങ്ങനെ കംപ്ലീറ്റ് ആയി. 4 മണിക്കൂർ ഉണ്ടാകുമ്പോൾ 2 ക്ലാസ് കംപ്ലീറ്റ് ആയി. ഒരു 1.5 ഇട്ട് കാണുക. ഓക്കെ, 1x ഇടേണ്ട ആവശ്യമില്ല, 1.5 ഇട്ടിട്ട് നമുക്കിങ്ങനെ അതിന് നമ്മൾ എന്താ പറയുക പൊരുത്തപ്പെട്ട് വരിക. ഓക്കെ, സോ
ക്ലാസ് കണ്ടു കഴിഞ്ഞു. പിന്നുള്ളത് 2 മണി മുതൽ 4:30 വരെ ഏകദേശം 2.5 മണിക്കൂർ. ഓക്കെ, 2.5 മണിക്കൂർ എന്ത് ചെയ്യുക, അടുത്ത ക്ലാസ് കാണാം. 2 മണിക്കൂർ മതി. പിന്നെ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലം ഉണ്ടെങ്കിൽ അടുത്ത ഈ 2.5 ഇതിൽ എന്ത് ചെയ്യുക, ഫിസിക്സോ എന്തെങ്കിലുമൊക്കെ കാണാം. മറ്റേതിൽ ബയോളജിയും കെമിസ്ട്രിയും കംപ്ലീറ്റ് ചെയ്യുക, നമ്മൾ ആദ്യം പറഞ്ഞതിൽ. പിന്നെ ഇവിടെ ഫിസിക്സിൻ്റെ ക്ലാസ് കംപ്ലീറ്റ് ചെയ്യുക. സോ യു ഹാവ് കംപ്ലീറ്റഡ് യുവർ ആൾ ദ ക്ലാസ്സസ്. ഓക്കെ, ഡെയിലി ഉള്ള ക്ലാസ്സസ് എല്ലാം നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തു. ഇപ്പോൾ 4:30 മുതൽ 5 മണി വരെ ഷോർട്ട് ബ്രേക്കാണ്, ടീ ബ്രേക്കാണ്, നിങ്ങൾക്ക് എന്തും ചെയ്യാം. പിന്നെ ഉള്ളത് 5 മണി മുതൽ 7 മണി വരെ ഏകദേശം 2 മണിക്കൂർ സെഷൻ. എന്താണ്, ഫിസിക്സ് പഠിക്കുക. ഓക്കെ, ഡെഫിനറ്റ്ലി ഫിസിക്സ് ടെക്സ്റ്റ് വായിക്കലല്ല, ഞാൻ പറഞ്ഞു തരാം, ഫിസിക്സ് പഠിക്കുക. പിന്നെ ഉള്ളത് 7:15 7:15 to 9:15. വാട്ട് യു ഹാവ് ടു ഡു നോ, യു ആർ ഗെറ്റിംഗ് 2 hours റൈറ്റ്. 2 മണിക്കൂർ കിട്ടുന്നുണ്ട്. സോ ഈ 2 മണിക്കൂറിൽ നിങ്ങൾ എന്ത് ചെയ്യാം, ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി രണ്ടും പഠിക്കുക. അതിന് ഒരു ഹാഫിൽ ഫിസിക്സ് പഠിക്കുക, മറ്റേ ഹാഫിൽ കെമിസ്ട്രി പഠിക്കുക. ഓക്കെ, പിന്നുള്ളത് 9:45, അതായത് അരമണിക്കൂർ എനിക്ക് ഡിന്നറിന് കിട്ടുന്നുണ്ട്. ആ ഡിന്നർ കഴിച്ചതിന് ശേഷം 9:45 മുതൽ 12 മണി വരെ കെമിസ്ട്രി പഠിക്കുക. ഈ ഡിന്നറൊക്കെ കഴിക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഉറക്കം വരാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ കുറച്ച് ഭക്ഷണം കഴിക്കുക. ഒരുപാട് ഭക്ഷണം കഴിക്കുമ്പോഴാണ് ഉറക്കം വരിക. കാരണം എന്താ വെച്ചാൽ നിങ്ങൾക്കറിയാലോ അതിൻ്റെ ഫിനോമിനൻ എന്താ നിങ്ങൾക്കറിയാം, ഒരുപാട് ഭക്ഷണം കഴിക്കുമ്പോൾ ഡൈജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ബ്ലഡ് എടുക്ക് പോകും, നമ്മളെ സ്റ്റൊമക്കിലേക്ക് പോകും. സോ ബ്ലഡ് സപ്ലൈ ടു ദ സ്റ്റൊമക്ക് ഇൻക്രീസസ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ബ്രെയിനിലുള്ള ബ്ലഡ് കുറയും. അപ്പോഴാണ് നമുക്ക് ഉറക്കം വരുന്നത്. ഓക്കെ, അപ്പോൾ കെമിസ്ട്രി പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ഏകദേശം 12 ആകുമ്പോഴത്തേക്കും നമുക്ക് ഉറക്കം വന്നു. പെട്ടെന്ന് 12:30 ഉള്ളിൽ തന്നെ ഉറങ്ങുക, എന്നാലേ ഉള്ളൂ നിങ്ങൾക്ക് 6 മണിക്കൂർ സ്ലീപ്പ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുക. ഓക്കെ, സോ വീഡിയോ കണ്ടിന്യൂ ചെയ്യുന്നതിന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് മെമോനീറ്റ് എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷനെ കുറിച്ചിട്ട് പറഞ്ഞു തരാം. ഓക്കെ, സോ ഇതാണ് അവരുടെ റിസൾട്ട്. ഞാൻ ഒരുപാട് തവണ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ ഇതാണ് അവരുടെ റിസൾട്ട്. ഏകദേശം ഒരുപാട് റിസൾട്ട് 2024 ബാച്ചിൽ ഒരുപാട് റിസൾട്ട്സ് അവരുണ്ടാക്കിയിട്ടുണ്ട്. സോ നിങ്ങൾക്ക് വാച്ച് ചെയ്യാൻ പറ്റും. പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ടിപ്സ് ആൻഡ് ട്രിക്സ് പറയാനുണ്ട്. സോ നിങ്ങൾ ഈ ഒരു ആപ്പിൽ നിങ്ങൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ, ഈ ഒരു ആപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കുള്ള ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ് പറഞ്ഞുതരാം. ഫസ്റ്റ് പറയുന്നത് ലൈൻ ബൈ ലൈൻ NCERT ആണ്. സോ നിങ്ങളിപ്പോൾ ഫിസിക്സ്, ബയോളജി അല്ലെങ്കിൽ കെമിസ്ട്രി ആണെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഈച്ച് ആൻഡ് എവരി, അതായത് NCERT ലൈൻ ഈച്ച് ആൻഡ് എവരി ലൈൻ എന്ത് ചെയ്യും, ഒരു ക്വസ്റ്റ്യൻസ് ആക്കിയിട്ട് മാറ്റിയിട്ടുണ്ട്. സോ നിങ്ങൾക്കത് ഈ ഒരു വീഡിയോയിൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാനായിട്ട് സാധിക്കുന്നതാണ്. അതാണ് ഈ ലൈൻ ബൈ ലൈൻ NCERTൻ്റെ ഒരു ഫീച്ചർ എന്ന് പറയുന്നത്. അത് ഫിസിക്സ് ആൻഡ് കെമിസ്ട്രിക്കൊക്കെ എന്താണ്. പിന്നെ അതുപോലെ തന്നെ കെമിസ്ട്രിക്ക് എന്താ പറയുക, ഈ നെയിം റിയാക്ഷൻസിനും കാര്യങ്ങളൊക്കെ സെപ്പറേറ്റ് സെഷൻ എന്ത് ചെയ്തിട്ടുണ്ട്, അവർ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സോ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഫിസിക്സിനും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കിട്ടാനായിട്ട് സാധിക്കുന്നതാണ്. സോ രണ്ടാമത്തെ ഒരു ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വിക്ക് നോട്ട്സ് ആണ്. നിങ്ങൾക്ക് ഇപ്പോൾ NCERTയിലൊക്കെ വളരെ വലിയൊരു പാരഗ്രാഫൊക്കെ ആയിരിക്കും. സോ അതൊക്കെ ജസ്റ്റ് ഒരു ഓർഡർഡ് ആയിട്ട് നിങ്ങൾക്ക് ഫ്ലോ ചാർട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് വളരെ കൺസൈസ് ആയിട്ടുള്ള മാനറിൽ കൊടുത്തിട്ടുള്ള ഒരു ഫീച്ചറാണ് ക്വിക്ക് നോട്ട്സ് എന്ന് പറയുന്നത്. സോ നിങ്ങൾക്ക് ആ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് കാണാനായിട്ട് സാധിക്കുന്നതാണ്. പിന്നുള്ളത് പേജ് വൈസ് NCERT ആണ്. ഓക്കെ, പേജ് വൈസ് NCERT നോട്ട്സിനെ കുറിച്ചിട്ട് ചെറിയൊരു ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞു തരാം. സോ ഇതാണ് ക്വിക്ക് നോട്ട്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ക്വിക്ക് നോട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ എന്താ പറയുക, ഒരു കുറേ ന്യൂമോണിക്സ് അവർ കൊടുത്തിട്ടുണ്ട്. ഈ ന്യൂമോണിക്സ് വഴി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓരോ കാര്യങ്ങൾക്ക് മെമ്മറൈസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇത് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൻ്റെ ന്യൂമോണിക്സ് ആണ്. കം ആൻഡ് വിസിറ്റ് അങ്കിൾ സെക്സൻഡ് ഓറഞ്ച് ഓർക്കാഡ് എന്നുള്ളത്. സോ ഇതുവഴി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഒരുപാട് ന്യൂമോണിക്സ് ഇവിടെ റൈറ്റ് വെജിറ്റേറിയൻസ് ഈറ്റ് വെജിറ്റബിൾസ് എന്നൊക്കെ കൊടുത്തിട്ട് അങ്ങനെ ഓരോ കാര്യങ്ങൾ ഇവർ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഇവിടെയൊക്കെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കണ്ടാലും മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇവിടെയും കൊടുത്തിട്ടുണ്ട് ഓരോ ഐ ഫൗണ്ട് സീബ്ര ബാത്തിങ് ഇൻ ദ ഗ്ലാഷ്യർ പൂൾ എന്നുള്ളതൊക്കെ ഇവർ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഗാമറ്റോജനസിസ്, ഇൻസെമിനേഷൻ, ഫെർട്ടിലൈസേഷൻ, സൈഗോട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഡീറ്റെയിൽ ആയിട്ട് തന്നെ അവർ കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് റീകളക്ട് ചെയ്യാൻ, അല്ലെങ്കിൽ മെമ്മറൈസ് ചെയ്യാനായിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണിത്. സോ അടുത്തൊരു ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേജ് വൈസ് NCERT ആണ്. ഈ പേജ് നിങ്ങൾക്ക് വീഡിയോയിലൂടെ കാണാനായിട്ട് സാധിക്കുന്നത്. പേജ് വൈസ് NCERT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്കിപ്പോൾ എന്താ ചെയ്യുന്ന കഴിഞ്ഞാൽ ഇപ്പോൾ 2-3 പേജ്, ഇപ്പോൾ NCERTയിൽ പേജ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ പേജിൽ നിന്ന് നമുക്ക് ക്വസ്റ്റ്യൻസ് കിട്ടും. സോ അതാണ് ഈ ഒരു പേജ് വൈസ് NCERT എന്ന് പറയുന്നത്. നിങ്ങൾക്ക് 3 ലെവൽ, ഈസി, മീഡിയം, ഹാർഡ് എന്ന് പറഞ്ഞിട്ട് 3 ലെവലിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അത് പാർട്ട് ടെസ്റ്റ് ആണ്. സോ തീർച്ചയായിട്ടും നിങ്ങൾ ടെസ്റ്റ് ഏരിയ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റും, നീറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ ഒരുപാട് വീഡിയോയിൽ പറഞ്ഞതാണ്. സോ നിങ്ങൾക്ക് പാർട്ട് ടെസ്റ്റ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് തന്നെ ചാപ്റ്റേഴ്സ് സെലക്ട് ചെയ്യാൻ പറ്റും. സോ നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റും. നിങ്ങൾക്ക് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, ചാപ്റ്റേഴ്സ് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ അത് PYQ മാർക്ക്ഡ് NCERT ആണ്. അതായത് നിങ്ങൾക്കിപ്പോൾ ഇത് വൺ ഓഫ് ദ ബെസ്റ്റ് ഫീച്ചറാണ്. നിങ്ങൾക്ക് എന്ന് വെച്ചാൽ ഇപ്പോൾ NCERT സെയിം കാര്യങ്ങളുണ്ടാവും. NCERTയിലുള്ള എല്ലാ പോയിൻറ്റ്സും കാര്യങ്ങളും എല്ലാ സെയിം കാര്യം തന്നെ. അതിൽ ഓരോ കാര്യങ്ങളും ഹൈലൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. സോ ആ ഹൈലൈറ്റ് ചെയ്ത് വെച്ച കാര്യം എന്താണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ക്വസ്റ്റ്യനും കാര്യങ്ങളൊക്കെ കിട്ടും. സോ നിങ്ങൾക്ക് ഇതുവഴി നിങ്ങൾക്ക് NCERT റീഡ് ചെയ്യാൻ പറ്റും. ആ ഇതിൽ നിന്ന് ചോദിച്ച ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അറ്റൻഡ് ചെയ്യാൻ പറ്റും. അത് ബ്രഹ്മാസ്ത്ര റിവിഷൻ പത്രികയാണ്. അതായത് കെമിസ്ട്രിക്ക് ആണെന്നുണ്ടെങ്കിൽ പോയിന്റ്സ് ടു പൗണ്ടർ, ഈ അനാലിസിസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അതിൽ കിട്ടും. ഇപ്പോൾ
ഇപ്പോൾ പോയിന്റ്സ് ടു പോയിന്റ് നിങ്ങൾ ക്വിക്ക് റിവിഷന് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും ഒക്കെ കൺസൈസ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഫിസിക്സിലാണെങ്കിൽ മൈൻഡ് മാപ്പും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, കാണാനായിട്ട് സാധിക്കുന്നതാണ്. ഓക്കെ, വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് അത് ചെയ്ത് കഴിഞ്ഞാൽ ഉഷാറായിട്ട് പഠിച്ച് മുന്നോട്ട് പോകാൻ പറ്റും. ഓക്കെ, പിന്നുള്ളത് ഈ എലൈറ്റ് പ്ലാൻ. ഇവരുടെ എലൈറ്റ് പ്ലാനിൽ നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഉപയോഗങ്ങൾ എന്തൊക്കെ വെച്ചാൽ ഡൗട്ട് ക്ലിയറിംഗ് ഗ്രൂപ്പ്, നിങ്ങൾക്ക് എക്സ്ക്ലൂസീവ് ഡൗട്ട് ക്ലിയറിംഗ് ഗ്രൂപ്പ് നിങ്ങൾക്ക് കിട്ടും. 2 വർഷം സബ്സ്ക്രിപ്ഷൻ ഉണ്ടാവും. 2026 നീറ്റ് ആസ്പിറൻ്റ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ 2025 നീറ്റ് ആസ്പിറൻ്റ് ആണെന്നുണ്ടെങ്കിൽ 1 ഇയർ സബ്സ്ക്രിപ്ഷൻ കിട്ടും. സോ അതൊക്കെയാണ് ഫീച്ചർ. പിന്നെ എന്നുള്ളത് ഈ ഒരു കോഡ് യൂസ് ചെയ്ത് ഷാഹിദ് 20 എന്നുള്ള ഈ ഒരു കോഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, 20% ഓഫ് കിട്ടും. പിന്നെ വേറൊരു കാര്യം പറയുകയാണത് ഓഗസ്റ്റ് 15 ഇൻഡിപെൻഡൻസ് ഡേ ആയിട്ട് ഓഫ് കൊടുക്കുന്നുണ്ട്. സോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതൊക്കെ അവൈൽ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഓക്കെ, സോ ഇതൊക്കെയാണ് ഫീച്ചേഴ്സ്. സോ നിങ്ങൾ ജോയിൻ ചെയ്യുക എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, പിന്നുള്ളത് ഞാൻ പറഞ്ഞതാണ് 14+ ഹവേഴ്സ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ആക്ച്വലി 13+ ഹവേഴ്സ് 12+ ഹവേഴ്സ് പഠിച്ചാൽ തന്നെ നീറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റും. ഞാനൊക്കെ ചില ദിവസം 9+, 10+ ഒക്കെ പഠിച്ചിട്ടുള്ളൂ. ഓക്കെ, 14 മണിക്കൂർ 12 മണിക്കൂർ നമ്മൾ ഇരിക്കും, പക്ഷേ പഠിക്കൽ അത്രേ ഉണ്ടാവുള്ളൂ. അതെല്ലാവർക്കും പറ്റുന്ന ഒരു പ്രശ്നം തന്നെയാണ്. കാരണം വെച്ചാൽ നമുക്ക് അത്രയും ഹവേഴ്സ് ഫോക്കസ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഫിസിക്സ് തന്നെ പഠിക്കണം. ക്ലാസ് നോട്ട് മസ്റ്റായിട്ട് നിങ്ങൾ എഴുതുക. ക്ലാസ് കേൾക്കുമ്പോൾ തന്നെ നോട്ട് മസ്റ്റായിട്ട് എഴുതുക. ഒരിക്കലും നിങ്ങൾ ക്ലാസ് നോട്ട് എഴുതാതിരിക്കരുത്. PDF ഒന്ന് ഡിപ്പെൻഡ് ചെയ്യുന്നത്, ഞാൻ ഒരുപാട് PDF നമ്മൾ അപ്ലോഡ് ചെയ്യാറുണ്ട്. എന്നാലും എൻ്റെ ഒരു സജഷൻ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾ PDF ഡിപ്പെൻഡ് ചെയ്ത് നിങ്ങളെ ഷോർട്ട് നോട്ട് തന്നെ നിങ്ങൾ യൂസ് ചെയ്യുക. അതായത് ഷോർട്ട് നോട്ട് എന്ന് പറഞ്ഞാൽ ക്ലാസ് നോട്ട്. ഓക്കെ, PYQs ആണ്. PYQs ചെയ്യുക, ഒരുപാട് PYQs ചെയ്യുക. അതുപോലെ തന്നെ NCERT വായിക്കൽ കമ്പൽസറി അല്ല. NCERTൻ്റെ ബാക്ക് എക്സസൈസ് ഒന്നും ഫിസിക്സിന് കമ്പൽസറി അല്ല. നിങ്ങൾക്ക് എക്സാം വരുമ്പോൾ തിയറി ചോദിക്കും, ആ തിയറി മാത്രം പഠിച്ചാൽ മതി. ഓക്കെ, അത് നിങ്ങൾ എക്സാം വരുമ്പോൾ തന്നെ നിങ്ങൾ എവിടെയെങ്കിലും ഒന്നല്ലെങ്കിൽ അത് ഫോട്ടോ എടുത്ത് വെക്കുക, അല്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്യുക, NCERTയിൽ മാർക്ക് ചെയ്ത് വെക്കുക. അത് മാത്രം നോക്കിയാൽ മതി. ഓക്കെ, ഫിസിക്സിനൊന്നും NCERT വായിച്ച സമയം കളയണ്ട. ഒരുപാട് ക്വസ്റ്റ്യൻസ് ആണ് ഇമ്പോർട്ടൻ്റ്. ഓക്കെ, കെമിസ്ട്രി, ഇനി അടുത്ത കെമിസ്ട്രി NCERT റീഡ് ചെയ്യൽ മസ്റ്റാണ്. ഫിസിക്കൽ കെമിസ്ട്രിക്ക് മസ്റ്റ് അല്ല, ബാക്കിയുള്ള എല്ലാ കാര്യത്തിലും മസ്റ്റാണ്. ഓക്കെ, ഓർഗാനിക്കിനും നിങ്ങൾ റിയാക്ഷൻസ് ഒക്കെ ഉഷാറായിട്ട് നോക്കുക. പിന്നെ വായിക്കാൻ പറ്റില്ലെങ്കിൽ ഒരു തവണയെങ്കിലും വായിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഹൈലൈറ്റ് ചെയ്യുക ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, ഓർഗാനിക്, ഇൻഓർഗാനിക് കംപ്ലീറ്റ്ലി ഡിപ്പെൻഡ് ഓൺ NCERT ഓൺലി. ഓക്കെ, സോ PYQസും അതുപോലെ തന്നെ അതർ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്. ഫിസിക്സിന് കൂടുതൽ PYQs ചെയ്യാതെ സമയം ഉണ്ടാവുള്ളൂ. ഒരുപാട് PYQs ഉണ്ട്. പിന്നുള്ളത് കെമിസ്ട്രിക്ക് PYQസും ഓർഗാനിക് ഒക്കെ ആണെങ്കിൽ PYQs ചെയ്തിട്ട് കാര്യമില്ല. എന്ന് വെച്ചാൽ PHQ എക്സ്ട്രാ ചോദിക്കുന്നുണ്ട്. സോ അതൊക്കെ ഞാൻ ചെയ്തതാട്ടോ. എനിക്ക് എക്സ്പീരിയൻസ് ആയ കാര്യങ്ങളാണ് പറയുന്നത്. PYQs മാത്രം ചെയ്തിട്ട് കാര്യമില്ല. ഇതൊന്നും ആരും ഇങ്ങനെ നിങ്ങൾക്ക് പറഞ്ഞു തരില്ല. കാരണം എന്താ വെച്ചാൽ ഒരാൾ ചെയ്തിട്ട് അയാൾക്ക് എന്ത് തോന്നി എന്നുള്ളതേ പറയാൻ പറ്റുള്ളൂ. സോ ഞാനതൊക്കെ ചെയ്തതാണല്ലോ 2 വർഷം മുന്നേ, 1 വർഷം മുന്നേ, 1.5 വർഷം മുന്നേ. സോ അതാണ് പറയുന്നത്. സോ PYQs നിങ്ങൾ ചെയ്യുക, PYQs ചെയ്യുക, അതിൻ്റെ കൂടെ തന്നെ മറ്റു ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചെയ്യുക. എന്ന് വെച്ചാൽ PYQs ഒരുപാട് എക്സ്ട്രാ ഉണ്ടാവും. സോ എക്സ്ട്രാസ് ഒക്കെ അവോയ്ഡ് ചെയ്യുക. ഓക്കെ, അതർ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് മസ്റ്റായിട്ട് ചെയ്യണം. പിന്നെ അത് നിങ്ങൾക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് തരുന്ന ബുക്ക് ഉണ്ടാവുമല്ലോ, അതിലുണ്ടാവും. ബാക്ക് എക്സസൈസൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അതൊക്കെ വെറുതെയാണ്. അതൊക്കെ ആൾക്കാർ ഇങ്ങനെ പറയും ചെയ്യണം നോക്കി. അതൊന്നും ഞാനൊന്നും ചെയ്തിട്ടില്ല. എന്നിട്ട് തന്നെ എനിക്ക് നീറ്റ് കിട്ടി. ബാക്ക് എക്സസൈസ് വെറുതെ. നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ സെയിം ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വി കവറിങ്. നമ്മൾ മറ്റേ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ കവർ ചെയ്യും. ബാക്ക് എക്സസൈസിൻ്റെ പോലത്തെ ക്വസ്റ്റ്യൻസ് കവർ ചെയ്യും. ലെക്ചർ നോട്ട് മസ്റ്റാണ്. ലെക്ചർ നോട്ട് ക്ലാസ് കേൾക്കുമ്പോൾ തന്നെ ഇതിങ്ങനെ പോവുക. ആ നോട്ടായിരിക്കണം നിങ്ങളെ ഷോർട്ട് നോട്ട്. ഓക്കെ, വേറെ ഷോർട്ട് നോട്ട് ഉണ്ടാക്കി സമയം കളയണം എനിക്ക് തോന്നുന്നില്ല. ഞാൻ സമയം കളഞ്ഞിട്ടില്ല. ബയോളജി നിങ്ങൾക്ക് അറിയുന്നു. ബയോളജിന് പറയേണ്ട കാര്യമില്ല. NCERT പ്ലസ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, ദിസ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ക്വസ്റ്റ്യൻസ് യു ഹാവ് ടു ഡു. ഓക്കെ, ക്വസ്റ്റ്യൻസ് ചെയ്യണം, എന്നാലുള്ള നീറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റുക. അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് ചെയ്ത് കഴിഞ്ഞാലുള്ള ഗുണം എന്ന് വെച്ചാൽ പെട്ടെന്നൊരു ക്വസ്റ്റ്യൻ കണ്ട് നമുക്ക് പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ PYQs ബയോളജി ചെയ്യേണ്ട ആവശ്യമില്ല. എക്സ്ട്രാ ഉണ്ട്. ഓക്കെ, ഞാൻ നോക്കിയതാണ്, എക്സ്ട്രാ ഉണ്ട്. PYQs ബയോളജി ചെയ്തിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് തരുന്ന ബുക്ക് ചെയ്യാം. ഒരു ടിപ്പാണ് പറയുന്നത്. നമ്മൾ ഇപ്പോൾ പ്ലാൻ കഴിഞ്ഞു, ഇതാണ് പ്ലാൻ. നിങ്ങൾ ഉഷാറായിട്ട് പഠിക്കുക. തീർച്ചയായിട്ടും ഈ ഒരു പ്ലാൻ വഴി നിങ്ങൾക്ക് പഠിച്ചു കഴിഞ്ഞാൽ നല്ല ഡെയിലി നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. പിന്നെ മടുപ്പ് വരാതിരിക്കാനുള്ള ടിപ്പ് ഞാൻ ഉപയോഗിച്ച ടിപ്പാണ്. അപ്പോൾ ഈ ടിപ്പ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്നുള്ള ഗുണം ചോദിച്ചു കഴിഞ്ഞാൽ എന്താ വെച്ചാൽ 14-45 മണിക്കൂർ ഷെഡ്യൂൾ കിട്ടും. ഏകദേശം അതിൽ നിന്ന് 2-2.5 മണിക്കൂർ കുറയും. എന്നാലും നിങ്ങൾക്ക് ഉഷാറായിട്ട് പഠിക്കാൻ പറ്റും. അപ്പോൾ ആ കുറഞ്ഞ സമയം ഒഴികെയുള്ള ബാക്കിയുള്ള സമയം ഉണ്ടല്ലോ, ആ സമയം നിങ്ങൾക്ക് അടിപൊളിയായിട്ട് പഠിക്കാൻ പറ്റും. പഠിച്ചതൊക്കെ ഓർമ്മയുണ്ടാവും. സോ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 30 മിനിറ്റ് പഠിക്കുക, 5 മിനിറ്റ് ബ്രേക്ക് എടുക്കുക. അത് ക്ലാസ് കേൾക്കുമ്പോഴല്ല, പഠിക്കുമ്പോൾ 30 മിനിറ്റ് പഠിക്കുക, 5 മിനിറ്റ് ബ്രേക്ക് എടുക്കുക. 5 മിനിറ്റ് ബ്രേക്കിൽ മൊബൈലൊന്നും ടച്ച് ചെയ്യരുത്. ജസ്റ്റ് റൂമിലൂടെ ഒന്ന് വാക്ക് ചെയ്യുക. ഓക്കെ, ഈ സെയിം കാര്യം ഞാൻ എൻ്റെ ഇൻ്റർവ്യൂവിലും പറഞ്ഞാണ് സൈലത്തിൻ്റെ കൂടെയുള്ള. പിന്നെ അത് മൾട്ടി ടാസ്കിങ് ആണ്. മൾട്ടി ടാസ്കിങ് ചെയ്യാം. മൾട്ടി ടാസ്കിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സാമിൻ്റെ തലേ ദിവസമൊക്കെയാണ് ചെയ്യേണ്ട കാര്യം. അതായത് ഒരു 15 മിനിറ്റ് ഫിസിക്സ് ക്വസ്റ്റ്യൻ ചെയ്യുക. പിന്നെ ബുക്കൊക്കെ എടുത്ത് ഇങ്ങനെ ടാബ്ലും അങ്ങനെ എടുത്ത് വെക്കുക. 15 മിനിറ്റ് ഫിസിക്സ് ക്വസ്റ്റ്യൻ ചെയ്യുക. ഓക്കെ, ഫിസിക്സ് ക്വസ്റ്റ്യൻ ചെയ്യുക. പിന്നെ അടുത്ത 15 മിനിറ്റ് എന്ത് ചെയ്യുക,
കെമിസ്ട്രി ക്വസ്റ്റ്യൻ ചെയ്യാം, അടുത്ത 15 മിനിറ്റ് ബയോളജി ക്വസ്റ്റ്യൻ ചെയ്യാം. അങ്ങനെ 15 മിനിറ്റ് വെച്ചിട്ട് ഫിസിക്സ് വേണമെങ്കിൽ ഒരു അരമണിക്കൂർ ചെയ്തോളൂ. ബയോളജി ഒന്നും അത്ര ഇമ്പോർട്ടൻ്റ് അല്ലല്ലോ ക്വസ്റ്റ്യൻസിൻ്റെ, അതായത് കമ്പാരിറ്റീവ്ലി അത്ര ഇമ്പോർട്ടൻ്റ് അല്ലല്ലോ ക്വസ്റ്റ്യൻ ചെയ്യാൻ. സോ അങ്ങനെ കൂടുതൽ നിങ്ങൾക്ക് ഏതാ ആവശ്യം ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി ക്വസ്റ്റ്യൻ ഞാനങ്ങനെ ചെയ്തതിന് എല്ലാ ടോപ്പിക്കും കവറാവും. ഇത് അടിപൊളി മെത്തഡായിട്ട് മൾട്ടി ടാസ്കിങ്, യു ഹാവ് ടു ഡു ദിസ്. ഞാനൊക്കെ നീറ്റിൻ്റെ സമയത്തൊക്കെ മൾട്ടി ടാസ്കിങ് ആണ് ഏറ്റവും കൂടുതൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. എല്ലാതും കവർ ചെയ്യാൻ പറ്റും. ചിലപ്പോൾ അതൊന്നും ഇത് ചെയ്തില്ലെങ്കിൽ എന്താ പ്രശ്നം വെച്ചാൽ നമുക്ക് ഒരു തന്നെ ഒന്ന് ഫുള്ള് ഒരു ബുക്ക് ഫുള്ള് കംപ്ലീറ്റ് ചെയ്യണം, അല്ലെങ്കിൽ രണ്ട് മൂന്ന് പേജിലുള്ള ക്വസ്റ്റ്യൻസ് ഫുള്ള് കംപ്ലീറ്റ് ചെയ്തിട്ട് കെമിസ്ട്രി പഠിക്കുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, അപ്പോൾ ചിലപ്പോൾ ആ ദിവസം നിങ്ങൾക്ക് ഫിസിക്സ് ഫുള്ള് ചെയ്യാൻ സമയം വേണ്ടി വരും. അപ്പോൾ കെമിസ്ട്രി പഠിക്കാൻ സമയം ഉണ്ടാവില്ല. അപ്പോൾ എക്സാമിൽ തലേ ദിവസം ഫിസിക്സ് മാത്രമേ കംപ്ലീറ്റ് ആവുള്ളൂ. സോ ഇത് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ടോപ്പിക്കും കവർ എക്സാമിൽ മാർക്ക് യു ക്യാൻ ബൂസ്റ്റ് അപ്പ് യുവർ മാർക്ക്. ഓക്കെ, സോ മൾട്ടി ടാസ്കിങ് ആണ് ഇതിനെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. നീറ്റ് ക്രാക്ക് ചെയ്യാൻ ഹെൽപ്പ് ചെയ്ത ഒരു മേജർ ഫാക്ടർ മൾട്ടി ടാസ്കിങ് തന്നെയാണ്. പിന്നെ റിവിഷൻ്റെ സമയത്ത് വൺ ഷോട്ട് വീഡിയോസ് കാണാം. ഓക്കെ, വൺ ഷോട്ട് വീഡിയോസ് കാണാം. വൺ ഷോട്ട് വീഡിയോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺ ഷോട്ട് വീഡിയോസ് കാണാം. അത് റിവിഷൻ, അതായത് നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഗ്രാൻഡ് മോഡൽസ് ഗ്രാൻഡ് ടെസ്റ്റ് ഒക്കെ വരുമ്പോൾ റിവിഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് വൺ ഷോട്ട് വീഡിയോസ് യൂട്യൂബിൽ ഒരുപാട് ഫ്രീ വൺ ഷോട്ട് അവൈലബിൾ ആണ്. സോ ഇതൊക്കെ ചെയ്യുക. ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ തന്നെ, ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നീറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റും. സോ ഞാൻ പറഞ്ഞ പോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ഒരുപാട് എഫേർട്ട് ഇടുന്നുണ്ട്. വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ മസ്റ്റായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഉള്ളത് നമ്മുടെ ടെലഗ്രാം ചാനലും വാട്സപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക. ഒരുപാട് ഷോർട്ട് നോട്ട് മൈൻഡ് മാപ്പ് ടിപ്സ് ആൻഡ് ട്രിക്സുകളെല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഷെയർ ചെയ്യുന്നുണ്ട്. സോ ഷെയർ ആയിട്ട് പഠിക്കുക. ആൾ ദി ബെസ്റ്റ് ഗൈസ്.